മലയാളത്തിൽ 100 കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യ ചിത്രമായിരുന്നു പുലിമുരുകൻ. 2016 പുറത്തിറങ്ങിയ ചിത്രം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. മോഹൻലാൽ ആരാധകർ ഇത്രമാത്രം ആഘോഷമാക്കിയ മറ്റൊരു സിനിമ അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല. വൈശാഖ് സംവിധാനം ചെയ്ത സിനിമയിലെ മോഹൻലാലിന്റെ സംഘടന രംഗങ്ങൾ ഏറെ ശ്രദ്ധ നേടി. കമാലിനി മുഖർജിയാണ് പുലിമുരുകനിൽ മോഹൻലാലിന്റെ നായികാവേഷം ചെയ്തത്. കമാലിനിക്ക് ശബ്ദം നൽകിയത് പ്രശസ്ത ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ദേവിയാണ്. കമാലിനി അവതരിപ്പിച്ച മൈന എന്ന കഥാപാത്രത്തിന് പൂർണ്ണത ലഭിച്ചതിൽ വലിയൊരു പങ്ക് വഹിച്ചത് ദേവിയുടെ ശബ്ദമാണ്. എന്നാൽ കമാലിനി മുഖർജിക്ക് വേണ്ടി ഡബ്ബ് ചെയ്തതിനെ കുറിച്ച് ദേവി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. കമാലിനി മുഖർജിക്ക് ഡബ്ബ് ചെയ്യുക ദേവിക്ക് അത്ര എളുപ്പമായിരുന്നില്ല. ഒരു സീൻ കണ്ടപ്പോൾ തന്നെ ഇതെങ്ങനെ ഡബ്ബ് ചെയ്യുമെന്ന ഐഡിയ തനിക്ക് കിട്ടിയില്ല എന്നും, കാരണം മലയാളമേ അവർ പറഞ്ഞിട്ടില്ല എന്നുമാണ് ദേവി പറയുന്നത്. പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, കൗണ്ടർ ഡയലോഗ് കേൾക്കുമ്പോൾ എന്താണ് ഇവർ പറയുന്നതെന്ന് തനിക്ക് മനസ്സിലായതേയില്ല എന്നും ദേവി പറയുന്നുണ്ട്. പല സ്ഥലത്തും എന്തോ പറയുന്നു. ഇത് സിങ്ക് ചെയ്യാൻ എത്ര ശ്രമിച്ചിട്ടും നടന്നില്ല. സിനിമയിൽ പറയുന്നത് പോലെ പൂഴിക്കടകൻ വരെ എടുത്തിട്ടും നടക്കുന്നില്ല. ടെക്നീഷ്യൻ അവിടെയും ഇവിടെയും എല്ലാം കട്ട് ചെയ്തു. ടെക്നോളജിയുടെ എല്ലാ ഉപയോഗവും വരുത്തുന്നു, എന്നിട്ടും ശരിയായില്ല. ഒരു പേപ്പറിന്റെ പുറത്ത് വേറൊരു പേപ്പർ വെക്കുന്നത് പോലെ വെറുതെ പറഞ്ഞു വെച്ച് പോന്നു. ഒട്ടും തൃപ്തിയല്ലാതെയാണ് താൻ തിരിച്ചിറങ്ങുന്നത്. തനിക്ക് തന്നെ അറിയാം താൻ ചെയ്തത് ശരിയായിട്ടില്ല എന്ന്. ഇതിനപ്പുറം തനിക്കൊന്നും ചെയ്യാനില്ലെന്നും തനിക്കറിയാം. തന്നെ കൊണ്ട് പറ്റുന്നതിന്റെ പരമാവധി അവിടെ ചെയ്തു. വേറൊരു ആർട്ടിസ്റ്റ് വന്നാൽ ചിലപ്പോൾ കുറച്ചുകൂടെ നന്നാവുമായിരിക്കും. തിരിച്ചു വന്ന് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെയും സിനിമയുടെ ആളുകൾ തന്നെ ഫോൺ ചെയ്തുവെന്നും, കുറച്ച് സീനുകൾ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, കുറച്ച് സീനുകൾ റീഡബ് ചെയ്യണമെന്നും പറഞ്ഞുവെന്നും, നിങ്ങൾ വേറെ ആരെങ്കിലും വെച്ച് നോക്കിയെന്നാണ് താൻ മറുപടി നൽകിയതെന്നും, തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് മുഴുവൻ താൻ ചെയ്തുവെന്ന് പറഞ്ഞുവെന്നും ദേവി പറയുന്നു. അത് റീഡബ് ചെയ്തിട്ടും ഒന്നും ചെയ്യാനില്ലെന്ന് ഞാൻ പറഞ്ഞു. ഞാനും വൈശാഖേട്ടനും ടെക്നീഷ്യൻസും അസോസിയേറ്റ്സും എല്ലാം ചേർന്ന് വലിയൊരു പരിശ്രമ ഫലമായി ലിപ് മൂവ്മെന്റ് അനുസരിച്ച് കുറെ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. അങ്ങനെ ആ സിനിമ ആദ്യം മുതൽ അവസാനം വരെ വീണ്ടും ഡബ് ചെയ്തുവെന്നും ദേവി കൂട്ടിച്ചേർത്തു. എന്നിട്ടും താൻ അതിൽ തൃപ്തിയല്ലെന്നും ദേവി തുറന്നു പറയുന്നുണ്ട്. മലയാളത്തിലെ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് ദേവി ഇക്കാര്യങ്ങൾ പങ്കുവച്ചത്. കൊൽക്കത്തക്കാരിയാണ് കമാലിനി മുഖർജി. പുലിമുരുകന് മുൻപ് നത്തോലി ഒരു ചെറിയ മീനല്ല, കുട്ടിസ്രാങ്ക് എന്നീ സിനിമകളിൽ കമാലിനി മുഖർജി അഭിനയിച്ചിട്ടുണ്ട്. പുലിമുരുകന് ശേഷം കമാലിനിയുടെ ഒരു സിനിമ പോലും പുറത്തിറങ്ങിയിട്ടില്ല. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, ബംഗാളി സിനിമകളിൽ നടി പ്രധാന വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.